എൻ്റെ പേര് ബിൻസി. വീട് പത്തനംതിട്ടയാണ്. ഞാനാണെങ്കിൽ ഈ ഇവിടുത്തെ പറ്റി ഈ ഒരു മാതാവിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്, തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ആൾക്കാർ വീഡിയോ കളിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ ഞാനിത് ആദ്യമായിട്ട് അപ്പം ഞാനും ഇത് കണ്ട് ചിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും അങ്ങനെ വരുമോ? രണ്ട് മനസ്സായിട്ട് ഞാൻ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് കാക്കനാട്. ഞാൻ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനൊരു 5-6 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ്. അപ്പം ഞാനവിടെ ഒരു PG താമസിക്കുന്ന ഒരു ആൻറ്റിയുടെ കൂടെ. ആ ഒരു PG എൻ്റെ റൂമിൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ആലപ്പുഴക്കാരി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ, ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് വന്നപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടിയും ഇവിടുത്തെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അന്നേരം ഇപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് എന്നതാ? അപ്പം ഞാൻ ഓടിപ്പോയി ഇത് എടുക്കാനായിട്ടാണ് ചെന്നത്. എടുക്കാൻ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ അതിൽ നീ തൊടല്ലേ, അത് ഇങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നാ, എന്തോ സംഭവം എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ട്രോളി കാണാറുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ട്രോളിലല്ല, അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ പുസ്തകമൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് ഞാനത് അവിടെ വിട്ട് കഴിഞ്ഞേച്ച് പിന്നെ എൻ്റെ അമ്മ, അതുപോലെ എൻ്റെ ആൻറ്റി, ഇവരൊക്കെ എനിക്ക് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലും അല്ലാണ്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട്, എൻ്റെ അമ്മ അയച്ചു തന്നിട്ട് എന്നോട് പറയും, നീ ഇത് കാണേ എന്ന് പറയും. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നാന്നറിയത്തില്ല, എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മുന്നേ കൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം ഒരാൾക്കും എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് തൊട്ട് ഈ വ്യക്തിനെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരും. അപ്പം ഞാൻ ഇത് പരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് എന്നതാണ്? കാരണം മരിച്ചു പോകും, അവർക്ക് എന്തെങ്കിലും വലിയ വലിയ ആപത്തുകൾ ആ സമയത്ത് വരുന്നത്. അന്ന് ഞാൻ പേടിച്ച് അരണ്ടിട്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മേ ഇങ്ങനെ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ പ്രാർത്ഥിപ്പിക്കാനാ ദൈവം അത് കാണിക്കുന്നത്, നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് പിശാചിൻ്റെ ഏതാണ്ട് കളിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഇതുപോലെ അമ്മ എനിക്ക് അയച്ചു തന്നേച്ച് എന്നോട് പറഞ്ഞു, നീ ഇത് കാണേ, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് പേരുടെ അത്ഭുത സാക്ഷ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എനിക്കിത് അയച്ചു തന്നു. അയച്ചത് അപ്പം ഞാനിത് കാണാറുണ്ട്. വെറുതെ സമയം കിട്ടപ്പോൾ ചുമ്മാ കിടന്ന് കാണും, വിടും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനിതുപോലെ, ഞങ്ങൾക്ക് എറണാകുളത്തു നിന്ന് പോയി, എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാൻ വീട്ടിലായ സമയത്ത് ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതെൻ്റെ അനിയനാണ്, സ്റ്റാലിൻ എൻ്റെ അനിയനാണ്. അപ്പം ഇവൻ അന്ന് ഇവിടെ ഇല്ല, ഇവൻ അബുദാബിയിലാണ്. അവൻ അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ ജോലിയാണ്. അപ്പം ഇവൻ്റെ മുഖം എനിക്കിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അമ്മയോടും പറയുന്നുണ്ട്, അമ്മേ എന്നതോ ഇവൻ്റെ കാര്യം ഇതുപോലെ വരുന്നുണ്ട്, കാര്യം എന്നാണെന്നറിയത്തില്ല. എന്നാൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഇതുപോലെ എന്നോട് പറഞ്ഞു, മപ്പിന്ന് എന്നെ വിളിക്കുന്നേ, മപ്പി ഇതുപോലെ ഉണ്ണിക്ക് വയ്യ, ഇവനെ വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിക്ക് ഇതുപോലെ എന്നാണ്ട് വയ്യാന്ന്. അവിടെ എൻ്റെ കസിൻസൊക്കെ ഇവൻ്റെ കൂടെ, ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരു കമ്പനിയിലായിട്ട് എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞു, ഉണ്ണിക്ക് എന്നാണ്ട് പ്രശ്നമാണ്, വയ്യാന്നിങ്ങനെ പറയുന്നുണ്ട്, അവൻ്റെ കൈക്കും കാലിനും പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഇവനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇവന് പ്രശ്നമുണ്ടെന്ന് ഇവനറിയാം. പക്ഷേ ഇത് നമ്മളെ കാണിച്ചാൽ നമുക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവനിങ്ങനെ ഫോൺ ചരിച്ച് വെക്കത്തേ ഉള്ളൂ, നേരെ വെക്കത്തില്ല. ഇവൻ നമ്മളോട് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ അവിടെ ചെന്നിട്ട് അച്ചാച്ചൻ ഇതുപോലെ പറഞ്ഞു, പ്രശ്നമുണ്ട്, അവനിങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അമ്മ ഇതുപോലെ പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് ആശുപത്രി പോകാൻ ഇവനെ വിളിച്ച് ഇവൻ ആശുപത്രി പോകത്തില്ല. അന്നേച്ച് അച്ചാച്ചൻ നിർബന്ധിച്ച് ഇവനെയും കൊണ്ട് ആശുപത്രി പോയപ്പോൾ അപ്പോൾ സ്കാൻ ചെയ്തു. അബുദാബിയിൽ വെച്ച് നമ്മൾ അറിയുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്തിൽ ട്യൂമറാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, തലയ്ക്കകത്ത് ട്യൂമറാണ്, ഇപ്പം തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ആരും നോക്കാനില്ല, എല്ലാവരും ഡ്യൂട്ടി ഉണ്ട്. അച്ചാച്ചന്മാരൊക്കെ ആണെങ്കിലും അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യമുണ്ട്, ഇവനെ നോക്കാം എങ്കിൽ പോലും നമ്മൾ നോക്കുന്നതിൻ്റെ അത്രയും വരത്തില്ല. ഞങ്ങൾ എന്തോ ചെയ്തു, ഇത് കേട്ടപ്പം വല്ലാണ്ടായിപ്പോയി, എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, നമ്മൾക്ക് ചികിത്സിക്കാമല്ലോ എന്നുള്ളൊരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയോളം പിന്നെയും താമസിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അതായത് ഇവൻ അസുഖമാകുന്ന സമയത്ത് അമ്മ ഇതുപോലെ വീട്ടിലാകെപ്പാട് ഭയങ്കര വിഷമമാണ്. കാരണം എന്നെക്കാളും 5-6 വയസ്സിന് ഇളയത് ഇവൻ കുഞ്ഞാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി, എന്നാ ചെയ്യുമെന്നും അറിയത്തില്ല. നമ്മളെ കൊണ്ട് ചികിത്സിക്കാം, പിന്നെ ദൈവം വിടുവിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ അതിനേക്ക് മുന്നോട്ട് എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഞാനിങ്ങനെ രാത്രിയിൽ എൻ്റെ മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് കൊന്ത ചൊല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മാതാവ് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കൊന്ത ചൊല്ലി ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം, ഭയങ്കര മണം. അപ്പം ഞാനിതുപോലെ രാവിലെ എണീറ്റിട്ട് അമ്മയോടും ഒക്കെ ഞാനിതുപോലെ പറഞ്ഞു, ഇതുപോലെ അമ്മയെ ഞാൻ മാതാവ് വന്നെന്ന് തോന്നുന്നു, ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, അതായത് 6 മാസത്തേക്ക് മുന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞാൻ കാണുന്നത്, ഇവിടുന്ന് പോയ എൻ്റെ അനിയനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടുന്ന് കൈക്കോ കാലിനോ കണ്ണിനോ ചെവിക്കോ ഒരു പ്രശ്നമില്ലാതെ ഒരു 21 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവിടുന്ന് ദുബായിൽ പോയതുപോലെയല്ല, അബുദാബി പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. ഞാൻ കാണുന്നത് എൻ്റെ അനിയൻ വന്നപ്പോൾ അവൻ്റെ ഈ ഒരു സൈഡ്, ഇങ്ങേ സൈഡ് കോടിപ്പോയി, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയി. അവന് ഈ കണ്ണിന് കാഴ്ചയില്ല, ഈ ചെവി കേൾക്കത്തില്ല, ഇവന് ഈ കൈ അനക്കത്തില്ല, ഈ കാലനക്കത്തില്ല. അവൻ മുടന്തി വരുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇവൻ വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഞാൻ അപ്പം കരയാണ്ട് നിൽക്കും. അപ്പനും അമ്മയും കരഞ്ഞു പോയി, ഞാനും കൂടെ കരഞ്ഞ് ഞാരി പിടിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ മനസ്സിൽ ഞാൻ അമ്മ മാതാവിനെ വിളിച്ചു, എനിക്ക് ധൈര്യം തരണേന്ന്. എന്ന് ജീവൻ വന്ന് വണ്ടിയിൽ കയറി നമ്മളവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് ഇവൻ വന്ന് ഇറങ്ങുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു, മൈനർ സ്ട്രോക്ക് എന്തോ വന്നതാണെന്ന് ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളിവന് അസുഖമാണെന്ന് കസിൻസിനോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, തിരുവനന്തപുരത്ത് ശ്രീചിത്ര എന്നൊരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അപ്പം അവിടെ റെഫറൻസ് ഉണ്ടെങ്കിലേ കേട്ടതുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പം ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ 5 മണിയായി. 5 മണി കഴിഞ്ഞു ഇവൻ വന്നപ്പം. എന്നേച്ച് ഡോക്ടർ റെഫറൽ തന്നേച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെയും കൊണ്ട് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു. രാവിലെ പോകാൻ ഞങ്ങൾ പാതിരാത്രി 11:30 കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാൻ. ചെക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ഒരു അസുഖം, ക്യാവർണോമ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങളിതുപോലെ ഡോക്ടറോട് ഞാൻ കയറിയിട്ട് ചോദിച്ചു, ഡോക്ടറെ ഇതെന്തുവാ സംഭവം, എന്താ ഇത്, എങ്ങനെയാണ് ഇതെന്ത് പറ്റി, ഇവൻ എങ്ങനെ ഇത് വന്നു, ഇതെന്തോ സംഭവം എന്നാന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ വരുന്ന ഒരു അസുഖമാണ്, തലച്ചോറ് തൊട്ടിട്ട് തലയ്ക്കകത്തിൽ വരുന്ന ഒരു അസുഖമാണ്. അതായത് തലയ്ക്കകത്തിൽ നമ്മളുടെ ഈ കുമ്പിള പോലെ, അതായത് മുന്തിരി കൊലകൾ പോലെ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ക്ലോട്ട് ചെയ്യും ഞരമ്പിനകത്ത്. അപ്പോൾ ഇവനത് വന്നത് മെയിൻ സ്ഥലത്താണ്, നമ്മുടെ തലയ്ക്കകം തൊട്ട് കാല് വരെ പോകുന്ന ഒരു മെയിൻ ഞരമ്പുണ്ട്. ആ മെയിൻ ഞരമ്പിൻ്റെ സൈഡിൽ തലച്ചോറിനകത്താണ് ഇവനിത് വന്നേക്കുന്നത്. അപ്പം ഈ രോഗമുള്ള കുട്ടിക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോൾ, 21-22 വയസ്സാകുമ്പോഴേ ഇതിൻ്റെ സിംറ്റംസ് പുറത്ത് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവൻ ആ പ്രായമായപ്പം ഇവൻ്റെ സിംറ്റംസ് പുറത്ത് വന്നത്. എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട്, ഡോക്ടർ ഇത് എന്താ ചെയ്യും? അപ്പം ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ 1000-ൽ 1-2 പേർക്കേ വരത്തുള്ളൂ ഈ അസുഖം. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒരു 6 ആഴ്ചത്തേക്ക് നമുക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കാം, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവന് മെഡിസിനൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞേച്ച് ഒരിടത്ത് മാത്രം റെഫറൽ വേണ്ട, വേറെ എവിടത്തേലും ഒന്നും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ പത്തനംതിട്ടയിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവൻ എൻ്റെ അടുത്തിരിക്കുക, അമ്മ അപ്പുറത്തിരിക്കുക. എൻ്റെ അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ്, അപ്പോൾ ആൾക്ക് ഒരുപാട് വിഷമമൊന്നും പറ്റത്തില്ല. അമ്മ അപ്പുറത്തിരിക്കുക, അപ്പനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുക, ആൾക്കിതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ആൾ വെളിയിൽ നിൽക്കുക വിഷമിച്ച്. ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവനിരിക്കെ എന്നോട് പറയാം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വ്യക്തി ഇനി എണീക്കത്തില്ല, ഒന്നെങ്കിൽ കോമയിലായിപ്പോവും, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു പോകും, അല്ലെങ്കിൽ 1% പോലും ഞങ്ങൾക്ക് ചാൻസിൽ ഇവൻ രക്ഷപ്പെടുമെന്ന് ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഫാക്റ്റായിട്ടുള്ള കാര്യം ഡോക്ടർ നമ്മളോട് വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് സത്യം.
എന്ന് വെച്ചാൽ എനിക്ക് ഇവനും കേട്ടുപോയി, ഇവനും വല്ലാണ്ടായിപ്പോയി, അമ്മയായിപ്പോൾ കൊണ്ടുപോയല്ലോ എന്നായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇനി എങ്ങും കൊണ്ടുപോകണ്ട, കാരണം ന്യൂറോയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതെന്ന് വിചാരിച്ച് ഞങ്ങൾ 6 ആഴ്ച ഇവന് മരുന്ന് കൊടുത്തേച്ച് ഞാൻ ആ സമയത്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേ ബൈ ഡേ ഇവൻ നടക്കുന്നതും ഇവന് ശ്രദ്ധയില്ല, ഇവന് ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പോൾ ഡേ ബൈ ഡേ ഇവൻ്റെ കണ്ടീഷൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ മാതാവേ, ഇനി എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ, ഞാൻ ഇനി ഇതെടുക്കാൻ യോഗ്യയില്ലാത്തതുകൊണ്ടാണോ എൻ്റെ അനിയനെ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്? അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഇവന് ശരിയാകുന്നില്ല. അന്ന് വെച്ചാൽ ഒരു ദിവസം ഇവൻ ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റെപ്പേന്ന് ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ഇല്ലാണ്ട് പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടും പോവരുതെന്ന്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇവൻ്റെ റൂമിൽ ചെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ കിടന്നുറങ്ങുക. എന്നുവെച്ചാൽ ഞാൻ അപ്പുറത്തെ റൂമിലോട്ട് പോയ വഴിക്ക് ഇവൻ എങ്ങനെ എണീറ്റ് പോയി എന്ന് ദൈവം തമ്പുരാനെ അറിയുള്ളൂ. ഇവൻ എണീറ്റ് സൈഡിൽ പോയി നിന്ന് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എനിക്കൊന്നൊരു 10-12 സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഇവൻ ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവൻ്റെ തലയുടെ ബാക്ക് സൈഡ് ഇത്രയും ഭാഗം പൊട്ടി, അവൻ്റെ ആ ക്യാവർനോമ ഇരിക്കുന്ന സ്ഥലം തന്നെ പൊട്ടി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ എടുത്ത് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടറോട് ഇതുപോലെ കാര്യം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇട്ട് തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടീനെ നിങ്ങൾ കാണിക്കുന്ന അവിടെ എത്തിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ കൊണ്ടുവന്നിട്ട് ആ വഴിക്ക് വന്ന് വീട്ടിലോട്ട് കയറി ആ വഴിക്ക് വന്ന് പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനോട് നമ്മുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാ ചെയ്യണമെന്നൊരു പിടുത്തമില്ലല്ലോ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഈ ആളുടെ ബ്രെയിനിൽ ഫ്ലൂയിഡ് ലീക്കായി പോയിട്ടുണ്ട്, അപ്പം തന്നെ ഒരു മൈനർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇവന് ഇങ്ങേ സൈഡിൽ ഇവൻ്റെ ഇവിടെ പാടുണ്ട്, ഇവിടെ മൈനർ സർജറി ചെയ്തപ്പോഴത്തേക്കിന് ആൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒരു വിശ്വാസം, അയ്യോ മാതാവ് സഹായിച്ചല്ലോ എന്നുള്ളൊരു വിശ്വാസമായി. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും ഇവൻ്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആവാനായിട്ട് തുടങ്ങി. വേഴ്സ്റ്റായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഈ കാണുന്നത്, ഞാനത് വർക്കിംഗ് വർക്ക് ഫോമാണ്, ഡ്യൂട്ടി എടുക്കണം, ഡ്യൂട്ടിയിലാണ്. അപ്പനും അമ്മയോട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് ഞങ്ങൾ താമസം തുടങ്ങി. ഇവന് അത്രയും ദിവസം എടുക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ. എന്നിട്ട് ഞാനിങ്ങനെ കാണുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുക കട്ടിൽ. എന്നിട്ട് ഒരുപാട് ഇവൻ്റെ പ്രായത്തിലുള്ള മക്കളിങ്ങനെ മരിക്കുക, ആക്സിഡൻറ്റിൽ മരിക്കുക, എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ മരിച്ച് കിടക്കുന്നത് പോലത്തെ ഒരു ഇതാണ് കാണുന്നത്. അന്നേരം ഇപ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമായി, കർത്താവെ ഞാൻ അറിയാണ്ട് നിന്നെ പരീക്ഷിച്ചു പോയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ എന്നെ പരീക്ഷിക്കല്ലേ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ഫോൺ എടുത്താലും ആൾക്കാർ വിളിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ മക്കൾ മരിച്ചു, ആക്സിഡൻറ്റിൽ മരിച്ചു, അതിൽ മരിച്ചു, ഇതിൽ മരിച്ചു എന്ന്. എന്നിട്ട് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട്, ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആൻറ്റി ഇതുപോലെ ആൻറ്റി എന്നോട് പറയും, ആൻറ്റിയുടെ മോളുണ്ട്, ചെറിയ കൊച്ച, ഇവരൊക്കെ രാവിലെ തൊട്ട് തന്നെത്താൻ ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ആൻറ്റി എന്നോട് പറയും ഭയങ്കര വിഷമം എന്നോത്തിനാണെന്നറിയത്തില്ല, ഭയങ്കര വിഷമം, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവേ എന്നാണ്ട് ഒരു ആപത്ത് വരുന്നുണ്ട്, എൻ്റെ മാതാവേ ഞാൻ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് കയ്യും അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല. അപ്പോൾ ഇവന് ഭക്ഷണം വാരി കൊടുക്കാൻ നമ്മൾ വേണം കയറി ചെല്ലാനായിട്ട്. അപ്പം ഞങ്ങൾ ഓരോ സമയത്ത് രാവിലെ അമ്മ പോയാൽ ഉച്ചയ്ക്ക് ഞാൻ പോകും, വൈകുന്നേരം ആകുമ്പോൾ അപ്പൻ പോകും. അപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം ഇവൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം അമ്മയാണ് 3 സമയത്തും പോയി. അപ്പോൾ അമ്മ ഇതുപോലെ പറയുന്നുണ്ട്, എടി അവന് ഒന്നുമില്ല, അവനൊന്നും ആക്റ്റീവ് അല്ല, അവനൊന്നും അനങ്ങുന്നില്ല, ഒന്നും പറയുന്നില്ല, എടുക്കുന്നില്ല, ഒരു ചലനവും ഇല്ല എന്ന്. ഞാൻ കുഴപ്പമില്ല അമ്മ, അവൻ മെഡിസിൻ്റെ ആയിരിക്കും, ഉറങ്ങുവാന്ന് വിചാരിച്ചു. എന്നിട്ട് അന്ന് വൈകുന്നേരം രാത്രിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് എന്നെ ICUവിലാണ് ICUവിൽ ഇവനെ കാണാനായിട്ട് കയറി ചെന്നു. ഇവനെ അമ്മയാണ് പോയത്. അമ്മേനെ ഞാൻ കയറ്റിവിട്ടു. അപ്പത്തേനും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മ കയറിപ്പോയിക്കോ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഞാൻ കയറ്റിവിട്ടു. അമ്മ അവിടെ ചെന്ന സമയത്ത് ഇവൻ ഒരു മരിച്ച് കിടക്കുന്ന ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടക്കണേ അതുപോലെ ഇവൻ കിടക്കുക. അമ്മ വിളിച്ചിട്ടും എടുത്തിട്ടും ഒന്നും അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അമ്മ ഇതുപോലെ
അവിടെ നിന്ന് പേടിച്ചരണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി മോനെ അനക്കമില്ലടി, ഓനോ ഒന്നുമേ അനങ്ങുന്നില്ല, ഒരു ചലനവും ഇല്ല. അതുവരെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു കുഞ്ഞ്, എൻ്റെ കയ്യിൽ വീഡിയോ സഹിതമുണ്ട്, ഞാൻ കാണിക്കാം നിങ്ങളെ. ഒരു അനക്കവും ഇല്ല, ചലനവും ഇല്ല. എന്നിട്ട് ഇവൻ്റെ നഖത്തിൻ്റെ ഈ സൈഡിൽ ഇതെല്ലാം നോക്കി. എന്നിട്ട് ഒരു നേഴ്സ് ചേച്ചി വന്നേച്ച് ഇവൻ്റെ കണ്ണിങ്ങനെ പൊളിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ഇങ്ങനെ കണ്ണ് പൊളിച്ച് നോക്കിയേച്ച് കണ്ണ് അതേപോലെ അവർ അടച്ചു വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങിക്കോ, എന്നിട്ട് വേറെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് സങ്കടം. ഞാൻ ഓൾറെഡി ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, കാരണം ഇത്രയും ദിവസമായപ്പോൾ നമ്മൾ കൂട്ടായിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് പറയല്ല അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന്. എന്ന് വെച്ചാൽ അമ്മ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്നത് ICUവിനകത്തു നിന്ന് എൻ്റെ അനിയനെ ഒരു വെള്ള പുതപ്പിച്ചിട്ട് അവൻ്റെ മുഖം കൂടെയുള്ള കവർ ചെയ്യാനായിട്ട് ഇവിടം വരെ വെള്ള പുതപ്പിച്ച് ഇവൻ്റെ ഡോക്ടേഴ്സ്. ഞാൻ ഇതിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാണുന്നത് ഇവനെ ആ കിടക്കുന്ന സാധനത്തിൽ വെള്ള പുതപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന രൂപവും ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. കാരണം കഴിഞ്ഞു എന്നുള്ള രീതിക്ക് ഡോക്ടേഴ്സൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണീന്ന് വിളിച്ചു. ഒരു ചലനവും ഇല്ല, ഒരനക്കവും ഇല്ല, ഒന്നുമില്ല, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ല അവന്. എന്നുവെച്ച് ഇവനെ ഞാൻ ചെല്ലപ്പേര് വിളിക്കും. ഇവനെ ഞാൻ സുന്ദരി എന്നായിരുന്നു വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമല്ല, മനസ്സിൽ പ്രാർത്ഥന വരുന്നില്ല. എൻ്റെ മാതാവേ, ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്ന് തോളയിൽ ഇവനിങ്ങനെ കിടക്കുക. ഞാൻ തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചെവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എടി സുന്ദരി ഒന്ന് കണ്ണ് തുറക്കടി എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറയുകയും ഇവൻ്റെ കൺപീലി അനങ്ങി, കൺപീലി വെട്ടി ഇവൻ്റെ. ഇതാ സൈഡിൽ നിന്ന് ഡോക്ടർ കണ്ടു. ഡോക്ടർ ഓടി വന്നേച്ച് പറഞ്ഞു, വിളിക്ക് ഇനിയും വിളിക്കുന്നു പറഞ്ഞു. ഞാൻ ചെന്നിട്ട് വിളിച്ചു ഇവനെ. പിന്നെ ഞാൻ ആ പേര് വിളിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൂളെന്ന് പറയാൻ പറ്റില്ല, അടുത്ത് നമ്മൾ നിന്നാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവൻ മൂളി. അപ്പം തന്നെ ഇവനെയും കൊണ്ട് നേരെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ജീവൻ പിടിച്ച് നിൽക്കാനായിട്ട് ഒരു സാധനം വെച്ച് ഇങ്ങനെ തേച്ച് നെഞ്ചത്തൂന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇവൻ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ അവർ വെൻറ്റിലേറ്ററിലേക്ക് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, പോയ ആളാണ്. ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, പോയ ആളെ ദൈവം തിരിച്ചു തന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവമൊന്നും ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് അവിടെ NICUവിൽ കൊണ്ടുപോയി ഇവനെ. ICUന്ന് നേരെ NICUവിൽ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോള് ഇനി പൊയ്ക്കോളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി താഴെ വന്നു. എനിക്കെൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പനോട് പറയാൻ പറ്റത്തില്ല, ആൾക്ക് സഹനശേഷിയില്ല, ആൾ വീണു പോകും. ഞാൻ എൻ്റെ മനസ്സിൽ മുറുകി പിടിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സഹായിക്കണം, ഇത് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ സഹായിക്കണമെന്ന് മാത്രം ഞാൻ മാതാവിനോട് മനസ്സിലിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങിപ്പോയി. അന്നത്തെ ദിവസം ഉറക്കമില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റിട്ട് നേരെ ഞാൻ കയറി പോകുന്നത് NICU ചെന്നപ്പം ഇവൻ്റെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഇവനെ നോക്കിയത് 12-13 പേരുടെ ഒരു ടീമാണ് നോക്കുന്നത് ഇവനെ. എന്നിട്ട് ഞാൻ അതിലൊരു മെയിൻ ഡോക്ടർ ഒരാളുണ്ട്, ഒന്നല്ല ഹെഡ് ഒരാളുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇനി എന്താ ചെയ്യുന്നത്, അടുത്ത് എന്താ ചെയ്യാൻ പറ്റണേ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല. 3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ എൻ്റെ അടുത്ത് റിസ്ക് ഫാക്ടറൊക്കെ പറഞ്ഞു, ഇവൻ കോമ സ്റ്റേജിലേക്ക് പോകാം, ഇവന് കാർഡിയക് അറസ്റ്റ് വരാം, ഇവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല, 1% പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വെൻറ്റിലേറ്ററിലിട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവനെ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇല്ല മോളെ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 4ാമത്തെ നിലയിൽ, ആ ഹോസ്പിറ്റലിൻ്റെ 4ാമത്തെ നിലയിലാണ് ഞാൻ നിൽക്കുന്നത് NICUവിൽ. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഒറ്റ പാളിയുള്ള ഒരു ജനൽ മാത്രമേ ഉള്ളൂ.
ഒരു മനുഷ്യനില്ല. ഇത് പറഞ്ഞിട്ട് ആൾ ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് ഡോർ അടിച്ചിട്ട് കയറിപ്പോയി. ഒരു മനുഷ്യനില്ല സഹായിക്കാൻ. പൈസ തന്നിട്ടല്ല, ആ ആശുപത്രിയിൽ വേറെ ആരും വന്നാൽ അവർ കേട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധക്കാരോടൊക്കെ പറഞ്ഞ് ആരും വരണ്ട, വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഒരാളോട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവൻ ചെറുതായതുകൊണ്ട് എല്ലാവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരാളോട് പറഞ്ഞ് എല്ലാവരും അറിയും, ആകെ പ്രശ്നമാകും, അമ്മയുടെ ചെവിയിലെത്തും. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കി. എന്നിട്ട് ഞാൻ നെഞ്ചത്തെ കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, മാതാവേ എന്നെ ഒന്ന് സഹായിക്കണേ. ഇത്ര ഞാൻ പറഞ്ഞോളൂ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിതുപോലെ പറഞ്ഞു, നിങ്ങളുടെ ഹിതം എന്താണോ അവനെ എനിക്ക് തരാനാണെങ്കിൽ എനിക്ക് തിരിച്ചതായോ. എൻ്റെ അനിയനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സഹോദരനായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അല്ല, നിങ്ങളുടെയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ തിരിച്ചതായോ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ അവനെ ഇനി വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്ടർ ഇല്ലയെന്നുണ്ട് ഞാൻ ഈ വിഷമിച്ച് ലിഫ്റ്റിൽ ഇറങ്ങി താഴോട്ട് പോവാം. താഴെ ചെന്ന് ഈ ഡോറ് തുറക്കുന്നത് മെയിൻ ഡോക്ടറിൻ്റെ മുന്നിലോട്ടാണ്. അപ്പം ഞാൻ ആ ഡോക്ടറിന്, ഡോക്ടറെ എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ആൾ ധൃതിക്ക് പോവുക വേറെ ഏതോ ഓപ്പറേഷൻ്റെ കാര്യത്തിന്. ആൾ എന്നോട് പറഞ്ഞു, മോൾ എൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ ആ ലിഫ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അന്ന് എനിക്ക് കരച്ചിൽ വന്നില്ല, എനിക്ക് സങ്കടം വന്നില്ല, എനിക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അനിയനാണിത്, ആൾ എൻ്റെ അനിയനാണ്, അപ്പം അടുത്ത് എന്താ? അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സാണ്, അപ്പോൾ അവരിതുപോലത്തെ ഒരുപാട് കേസ് കണ്ട് അവർക്ക് മരച്ചിരിക്കുന്നവർ. അവരൊന്നും ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ലടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, എൻ്റെ അനിയൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അന്ന് എന്നെ കണ്ടപ്പോൾ ഇതിലും ചെറുതാ. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മോളെപ്പോലെ ഒരു കുഞ്ഞുകുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാനൊരു ടീച്ചറാണ്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാ പറയണം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൾ കയറിപ്പോയി. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ മനസ്സിൽ എൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വചനം, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. എന്നെ ഇത്രയും നിലനിർത്തിയൊരു വചനം അത്, ഇത് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ, അത് ഞാൻ പറയുകയല്ലേ, എൻ്റെ മനസ്സിൽ കൂടെ ഓടുക. എന്നിട്ട് ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കണം, എനിക്ക് മധ്യസ്ഥം നിൽക്കണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് താഴെ എത്തി, പ്രതീക്ഷ കൈവിട്ട് പോവുക. റോഡിൻ്റെ അപ്പുറത്ത് എൻ്റെ അപ്പനും അമ്മയും വണ്ടിയിൽ, ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് ഉള്ളത് നോക്കാനായിട്ട് നിൽക്കുക. എനിക്ക് അവരോട് ചെന്നിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, ഇങ്ങനത്തെ കണ്ടീഷനാണ്, അവർ കൈ ഒഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പോവാ ഫ്രണ്ടിലോട്ട്. ഞാൻ ആ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തും പോണേക്ക് മുന്നേ നമ്മുടെ മൊബൈൽ നമ്പറും പേരും അവിടെ കൊടുക്കും. ആ ഡോക്ടർ എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി എത്രയും പെട്ടെന്ന് NICUലേക്ക് വരാൻ പറഞ്ഞു. ആ വന്ന അതേ സ്പീഡ് തിരിച്ച് കയറിപ്പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല, ഞങ്ങൾ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് 1% പോലും ചാൻസ് ഇല്ല, ഈ ഒരു വ്യക്തിനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന 1% പോലും ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവൻ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവൻ അനുഭവിച്ചു, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ എന്നാൽ അച്ഛനെയും അമ്മയും വിളിച്ചോളാൻ, അതായത് ഇവനെ അവസാനമായിട്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അച്ഛനെയും അമ്മേനെയും വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാളെയും വിളിക്കേണ്ട എന്ന് പറഞ്ഞു, ഒരാളെയും വിളിക്കേണ്ട, അപ്പനെയും വിളിക്കേണ്ട, അമ്മേനെയും വിളിക്കേണ്ട, ആരെയും വിളിക്കേണ്ട, കാരണം എങ്ങനെ എനിക്ക് ശക്തി കിട്ടിയെന്ന് അറിയത്തില്ല. ഉള്ളിൽ എന്തോ ഒരു ആരോ ഇരുന്ന് പറയുന്നത് പോലെ, പേടിക്കേണ്ട, അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു ഇത്. ഞാനപ്പം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇവനെ ജീവനോടെയാണ് എൻ്റെ അപ്പനും അമ്മയും കണ്ടിട്ട് താഴെ നിൽക്കുന്നത്, അവരുടെ മനസ്സിൽ ആ ഒരു രൂപം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പിന്നെയും എടുത്ത് ചോദിച്ചു, ഒന്നുകൂടി ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചു. കാരണം ചിലപ്പോൾ ഡോക്ടറിന് എന്നോട് ദേഷ്യം വന്ന് തോന്നിയിട്ടുണ്ടാവാം ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തതിന്. ഞാൻ പറഞ്ഞു വേണ്ട, ഒരാളെയും വിളിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് സൈൻ ചെയ്ത് തരണം, കുറേ പേപ്പേഴ്സ് കൊണ്ടുവന്ന് ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. എൻ്റെ ഡോക്ടർ എന്നോട് ചോദിച്ചു, അനിയനെ ഒന്ന് കാണുന്നു എന്ന് ചോദിച്ചു. അത് അവസാനത്തെ കാഴ്ച പോലെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ കയറി NICUവിൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഞാൻ കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇവനെ ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. കാരണം ഇവനെ ഓപ്പറേഷനായിട്ട് റെഡിയാക്കി അവർ കിടത്തിയേക്കാം. ഞാൻ പറഞ്ഞു ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. അവർ തന്നെ തൊട്ടോളാൻ പറഞ്ഞു.
ഞാൻ ഇവൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുള്ള നമ്മുടെ ലോക്കറ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത വഴിക്ക് ഇവൻ അതെടുത്ത് എറിഞ്ഞപ്പോൾ ഞാനത് പോയി ഓടിയെടുത്തിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവേ, അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല, അവന് ഒരു ബോധവും ഇല്ല, അവനോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി അതുവരെ ഒരു അനക്കമോ ചലനമോ ഒന്നും ഇല്ലാതിരുന്ന ആൾ ആ ലോക്കറ്റ് എന്നോട് ചോദിച്ചു, അത് തരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു അതിങ്ങി താന്നു പറഞ്ഞു. എന്നിട്ട് ഞാനിവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അടുത്ത് നിന്ന നേഴ്സ് എന്നോട് പറഞ്ഞു, ആളുടെ പെങ്ങൾ വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇവൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, അപ്പം നമ്മളെ അവിടെ ഇരുത്തത്തില്ല. അപ്പോൾ ഇവൻ കിടക്കണേൻ്റെ നേരെ ഫ്രണ്ടിലാണ് NICUവിൻ്റെ ഡോർ. ഞാൻ ഇവനോട് പൂർണ്ണ വിശ്വാസത്തിൽ, ഞാൻ എൻ്റെ മാതാവിനെയും ഈശോനെയും പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോൻ പോയിട്ട് തിരിച്ചു വാ, ചേച്ചി ആ ഡോറിൻ്റെ പുറകിലുണ്ടാവും എന്ന് പറഞ്ഞു. ആ ഡോറിൻ്റെ അപ്പുറത്ത് ചേച്ചി ഇരിക്കാം, മോൻ ഇപ്പോൾ പോയിട്ട് അതുപോലെ മോൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, വരാം എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ ഇരുത്തത്തില്ല. ഞാൻ ഇറങ്ങി താഴെ ചെന്നു. അപ്പോൾ ഇവനെ ഓപ്പറേഷന് കയറ്റി. ഞാൻ ഇറങ്ങി താഴെ ചെന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കുടുംബക്കാരും മൊത്തം ആശുപത്രിയിലുണ്ട്. എങ്ങനെ അവരവിടെ എത്തിയെന്നറിയില്ല. എല്ലാവരും പറഞ്ഞ തലേ ദിവസം എന്തോ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം പോലെ ഇതായി. അപ്പോൾ ഒരാളും പറയാണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾ ആശുപത്രിയിലുണ്ട്, ഞങ്ങളുടെ ബന്ധക്കാരെല്ലാവരും കൂടി. എന്നിട്ട് ഞാൻ താഴെ വന്നു. ഒരാളോട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എങ്ങാണ് അമ്മയുടെ ചെവിയിലോ ആരെങ്കിലും ചെവിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബഹളവും. പിന്നെ അമ്മേനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. ഒരാളോട് ഞാൻ പറഞ്ഞില്ല. എന്തേലും കൊന്തയുണ്ട്. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. ജപമാല ചൊല്ലിയിരുന്നു ഞാൻ. എന്നാലിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം. അപ്പോൾ എൻ്റെ അമ്മ 1-2 തവണ എൻ്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു, എന്തുവാ അവനെന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ബ്ലഡ് ചെറിയ ഇതായിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റാനുള്ള ഓപ്പറേഷനാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ ഇവനെ താഴെ വന്നേച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം, മാതാവ് റൈറ്റ് സൈഡിൽ, ഇവൻ്റെ ഓപ്പറേഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുക, മാതാവ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഈശോയും. അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുമോ ഇവർ. ഈ രൂപമാണ് ഞാൻ കാണുന്നത്. അപ്പം ഒരു സൈഡിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാന്ന്. അപ്പം ഞാനൊരു ദൈവമേ, ഇവരിനി ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണോ, ഇവനെ ഇനി കൊണ്ടുപോകാൻ വന്നതാണോ, അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇനി ഇവനെ എനിക്ക് തിരിച്ചു തരാനാണോ, എന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് രാവിലെ 8:45 ഇവൻ്റെ ഓപ്പറേഷൻ കയറ്റി. വൈകുന്നേരം 3:45 ആ ഡോക്ടർ എൻ്റെ മൊബൈലിൽ വിളിച്ചു. എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ബിൻസി കയറി വരാൻ പറഞ്ഞു. ജീവനില്ലാത്തൊരു ശവം പോലെ ഞാൻ കയറിപ്പോകുന്നത്. കാരണം ഈ ഡോക്ടർ ഇനി എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് വന്ന് എൻ്റെ വീട്ടുകാരോട് പറയണം. എങ്ങാണ് ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്. ഇതൊക്കെ മനസ്സിൽ പോകുന്നുണ്ട്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വചനം എൻ്റെ തലയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ മോളിൽ ചെന്ന സമയത്ത് ആദ്യം ഈ ഡോക്ടർ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുടെ ഒരു ഡ്രസ്സിലാണ് ആൾ NICU, തല പകുതി ഉടലും മാത്രമേ ഉള്ളൂ വെളിയിൽ, ബാക്കി NICUവിനകത്താണ്. ആളെന്നോട് ഇതുപോലെ ചോദിച്ചു, ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ജീവൻ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദേമി വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞാൻ ചെന്ന വഴിക്ക് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയേച്ച് എന്നോട് പറഞ്ഞു, താൻ എടുത്തൊരു ഡിസിഷൻ നല്ലൊരു ഡിസിഷനായിരുന്നു, കാരണം ഞങ്ങൾ പോലും ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അവിടെ സത്യമായിട്ട് എൻ്റെ ആ ഡോക്ടർ എന്നോട് ഇന്നേ വരെ എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളെ കാണാനായിട്ട് കയറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, കാണുന്നു അനിയനെ ഒന്ന് കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ സാനിറ്റൈസറും വേറെ കുറേ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ഇട്ട് ഞാൻ കയറിയിട്ട് ഞാൻ കാണുന്ന രൂപം വെൻറ്റിലേറ്ററിലാണ് എൻ്റെ അനിയൻ. വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ അനിയൻ്റെ ഇവൻ്റെ ഈ സൈഡ് ഇത്രയും സൈഡാണ് ഇവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ബ്രെയിൻ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് അവർ ഇത്രയും സൈഡാണ് ഇവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത്. ഞാൻ ചെന്ന സമയത്ത് കാണുന്നത് ഇവൻ്റെ തലയുടെ ഇത്രയും ഭാഗം പൊളിച്ച് വെച്ചേക്കുക. ഒരു മനുഷ്യനത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബോധം കെട്ടി വീഴും. ഇത്രയും ഭാഗം ഇങ്ങനെ പൊളിച്ച് തുറന്ന് വെച്ചിട്ട് ഇവൻ്റെ തലച്ചോറ് മാറ്റി വെച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഓസ് പോലൊരു സാധനം, അതിങ്ങനെ താഴെ ഒരു ജാറ് പോലൊരു സാധനം, അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൊടുകൂടാ ഇതിനകത്തുനിന്ന് ഒഴുകുക, ബ്ലഡ് ഈ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെന്താ പറഞ്ഞ പ്രഷർ തലയിൽ പോകാണ്ടിരിക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാനിത് കണ്ട് ഞാൻ അപ്പം താഴെ വന്നിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതുപോലെ അവൻ്റെ ഫുള്ള് മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇതുവരെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സമാധാനിച്ചു. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് എനിക്ക് തന്നത്. ഒരിക്കലും ഇല്ലാത്തൊരു ധൈര്യവും ശക്തി എനിക്ക് തന്നു. അപ്പോൾ അങ്ങനെ സമാധാനിച്ച് ഞാൻ ഇരിക്കുക. ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോഴും എവിടെയോ എൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കിടക്കുന്ന പോലെ എനിക്ക് മൊത്തത്തിലൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം, അതായത് ഇവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ആളിപ്പോഴും വെൻറ്റിലേറ്ററിലാണ്, കാരണം ഇവന് കാർഡിയക് അറസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്, അതില്ലാന്നുണ്ടെങ്കിൽ ആൾ കോമയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഇവൻ്റെ തലയിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൂന്നുമാണ് അവർ പറഞ്ഞ ചാൻസ്. അപ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, ദൈവമേ വേറൊന്നും വരല്ലേ എന്നുള്ളത്. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ മൈൻഡ് ഫുള്ള് പോയി. അപ്പം ചെക്ക് ചെയ്താൽ പറയണേ ഈ ഓപ്പറേഷൻ ചെയ്ത സൈഡ് ഇൻഫെക്ഷനായിട്ട് മെനിഞ്ചറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് അത് മാറി ഇവന്. അപ്പം നമ്മുടെ പ്രതീക്ഷ പിന്നെ ഇതായി. എന്നിട്ട് എൻ്റെ ഉള്ളിൽ അമ്മയും അച്ഛനും ഒക്കെ ആകെ ഇതായി. ഞാൻ പറഞ്ഞു, ദൈവം കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ മുന്നമേ പറഞ്ഞു, ദൈവമേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോ, പക്ഷെ അവനെ എനിക്ക് തിരിച്ചു തരണേന്ന് തന്നിട്ട് ദൈവമായിട്ട് എനിക്ക് തിരിച്ചു തന്നത് അവൻ ഉറപ്പായിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അതുപോലെ കറക്റ്റ് ഒരാഴ്ച അവന് കിടന്നു. അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെയായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു. ഇപ്പോൾ അവൻ ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു അവൻ്റെ ഓപ്പറേഷൻ. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഈ കാഴ്ച പോയ കണ്ണിൻ്റെ കാഴ്ച എൻ്റെ മാതാവ് എനിക്ക് അവന് തിരിച്ചു കൊടുത്തു. കേൾക്കാത്ത അവൻ്റെ ചെവിയുടെ കേൾവി അവന് തിരിച്ചു കൊടുത്തു. അനങ്ങാത്ത അവൻ്റെ കൈ, ആ കൈ ഒന്ന് പൊക്കി കാണിച്ച്, ഈ കൈ അവൻ അനങ്ങത്തില്ലായിരുന്നു, ഈ കൈ മാതാവൻ തിരിച്ചു കൊടുത്തു. ഇതുപോലെ നിൽക്കില്ല. ഞാനും എൻ്റെ അപ്പനും കൂടെ വെയിറ്റ് ഉണ്ട് ആൾക്ക്, ഞാനും എൻ്റെ അപ്പനും കൂടിയാണ്. അപ്പം ഇവനെ കാലിങ്ങനെ പിണഞ്ഞു പോയി രണ്ടായിട്ട്. നമുക്ക് ഇവനൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പിടിക്കുക. ഞാനൊരു സൈഡിൽ പിടിക്കും, അപ്പനൊരു സൈഡിൽ പിടിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ എൻ്റെ ദൈവം ഇത്രത്തോളം അവന് വിടുതൽ കൊടുത്തു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എൻ്റെ അനിയനെ ഇങ്ങനെ കിട്ടുമെന്ന്. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം, അത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതായിരുന്നു എൻ്റെ അനിയൻ്റെ അവസ്ഥ. ഒരു ബോധമില്ല ആൾക്ക്, ഒരു ബോധം ഇല്ലാണ്ട് ആൾ സംസാരിക്കുന്നയാ. എന്തെങ്കിലും അവനൊന്ന് മിണ്ടി കിട്ടാനായിട്ട് ഞാൻ സംസാരിക്കുന്ന അവനോട്. ഇതായിരുന്നു ഇവൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നാണ് എൻ്റെ മാതാവ് എനിക്ക് ഇവനെ ഇത്രത്തോളം തിരിച്ചു തന്നത്. അതിൻ്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇവൻ്റെ അനുഭവം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു. ഒരുപാട് പേര്, ഞാൻ ബസ്സിൽ പോയാലും ഞാൻ പറയും, ഞാൻ അന്ന് ആശുപത്രി ഇരുന്നവരോട് പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ കസിൻസ്, എവിടെ പറയാനും എനിക്ക് ഒരു നാണും എനിക്ക് തോന്നാറില്ല. കാരണം അറിയണം, ആൾക്കാരറിയണം ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനുഷ്യരറിയണം. പിന്നെ അതുപോലെ എൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കല്യാണം, ഇവൻ്റെ അസുഖത്തിൻ്റെ സമയത്താണ് എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. അപ്പം എനിക്കന്ന് മനസ്സിൽ കല്യാണം ഇല്ല. എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒന്നും ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും എനിക്ക്, കാരണം ആ സമയത്ത് പൈസയ്ക്ക് പേപ്പറിൻ്റെ വിലയായിപ്പോയി. നമ്മുടെ കയ്യിൽ ഇവനെ ചികിത്സിക്കാനുള്ള പൈസ ദൈവം സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ഡോക്ടേഴ്സ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെയിൻ ഹോസ്പിറ്റലുകളിൽ ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് അവരൊക്കെ പറയുന്നത്, അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല, പേപ്പറിൻ്റെ വാല്യൂ ഇപ്പോൾ. ഞാൻ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, കല്യാണത്തിന്, ഞാൻ പറഞ്ഞു കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഒക്കെ വിറ്റ് പുറക്കിയിട്ടാണെങ്കിലും ഇവനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബക്കാരും മുഴുവൻ പേരും ഞങ്ങളുടെ കൂടെ നിന്നു. ആ സമയത്ത് എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നു. എന്നുവെച്ച് എൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഞാനിതുപോലെ എൻ്റെ ഇതിനകത്ത് ആവശ്യങ്ങളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത്, എനിക്ക് അനുയോജ്യപ്പെട്ടതാണെങ്കിൽ എൻ്റെ മാതാവേ മധ്യസ്ഥൻ നിന്ന് ഇതെനിക്ക് നടത്തി തരണേന്നാണ് ഞാൻ എഴുതിയത്. അല്ലാതെ എനിക്ക് തരണം എന്ന് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്നുവെച്ച് ആ കല്യാണത്തിൻ്റെ സമയത്ത്
ഏറ്റവും ഭംഗിയായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പോലും എനിക്ക് ഏറ്റവും പ്രശ്നം വന്നത്, എൻ്റെ കല്യാണം ചാലക്കുടിയിലായിരുന്നു. ഞങ്ങൾ 2 ദിവസം മുമ്പേ എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്തു. 3:30ക്കാണ് എൻ്റെ കല്യാണം വെച്ചിരുന്നത്. 3:30ക്ക് കല്യാണം വെച്ചിട്ട് ഞങ്ങളൊരു വണ്ടിക്ക് ഏർപ്പാടാക്കി. ആ ഒരു പയ്യനാണ് വന്നത്. ആ പയ്യനോട് ഞാൻ ചോദിച്ചു, നിനക്ക് വഴി അറിയാമോ? പറഞ്ഞാൽ എനിക്ക് വഴി അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി വഴി അറിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ലൊക്കേഷൻ മൊബൈലിൽ ഇട്ട് തന്നു. അതും മര്യാദയ്ക്ക് നോക്കാൻ എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇത് ഇവൻ്റെ കൊടുത്തിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു, എടാ ഇത് നോക്കി നീ പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അത് വേണ്ട ചേച്ചി, എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. 3:30ക്ക് നടക്കേണ്ട കല്യാണം എൻ്റേതന്ന് നടന്നത് 5 മണി കഴിഞ്ഞപ്പോഴാണ്. അത്രയ്ക്ക്. എന്നിട്ട് പോകുന്ന വഴിക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അവൻ ഞങ്ങൾ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയി. കല്യാണ വസ്ത്രവും ബൊക്കയും ഒക്കെ ആയിട്ട് ഞാനും എൻ്റെ അമ്മയും അനിയനും എൻ്റെ ഒരു അനിയത്തിയുണ്ട്, ഞങ്ങളെല്ലാം കൂടെ മെയിൻ റോഡിൽ ഇറങ്ങി നിൽക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും കരച്ചില്ല. എൻ്റെ ഉള്ളിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ അനിയനെ എനിക്ക് തന്നൊരു മാതാവുണ്ട്, എനിക്ക് മധ്യസ്ഥൻ നിന്ന്. ഞാൻ പ്രാർത്ഥിച്ച അതുപോലെ എനിക്ക് അനുയോജ്യപ്പെട്ടതാണെങ്കിൽ മാത്രമേ എനിക്കിത് നടത്താവുള്ളൂ. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് മുറുകിയ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇത് എനിക്കുള്ളതാണെങ്കിൽ ഇന്ന് എൻ്റെ കല്യാണം നടക്കും. അതിനെൻ്റെ മാതാവ് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം. ഞാൻ റോഡിലിറങ്ങി ബൊക്കയായിട്ട് നിൽക്കുക. വരുന്നവരും പോകുന്നവരും മൊത്തം ഞങ്ങളെ നോക്കുകയാണ്. കല്യാണപ്പെണ്ണ് ഇറങ്ങി മെയിൻ റോഡിൽ നിൽക്കുന്നത്. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ആ ചേട്ടൻ ഏതാണെന്നോ, ആ ചേട്ടൻ എവിടെ ഉള്ളയാണെന്നോ, എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരു ടാക്സിയുടെ രൂപത്തിൽ എൻ്റെ മാതാവ്, എൻ്റെ ഈശോ എനിക്ക് പോകാനുള്ള വണ്ടി അവിടെ അയച്ചു തന്നു. ആ ചേട്ടൻ ഞങ്ങൾ വന്നിറങ്ങി ഒരു 2 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ആ ചേട്ടൻ, ഒരു ടാക്സി ചേട്ടൻ ആരാന്നറിയില്ല, കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി. എന്താ പ്രശ്നം? അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേട്ടാ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ കയറാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയൻ പകുതി വഴിക്ക് വന്നു. അവിടെ കൊണ്ടിറക്കി. ഞങ്ങൾ കൊടുത്ത പൈസ പോലും ആൾ വാങ്ങുന്നില്ല. ആൾ എവിടുന്ന് വന്നു, ഏതുവഴി പോയി, എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ചേട്ടൻ, അതും മാതാവായിട്ട് കൊണ്ടെത്തിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ അടുത്ത ഞാൻ എഴുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അപ്പൻ എല്ലാ ദിവസവും പള്ളിയിൽ പോത്തില്ലായിരുന്നു. എല്ലാ ദിവസവും വെച്ചാൽ ഞായറാഴ്ചകളിൽ എൻ്റെ പപ്പ അധികം പള്ളിയിൽ പോത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഇത്ര നേരം ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരിതായിരുന്നു. ഞാൻ എന്നിട്ട് ഉടമ്പടിക്കകത്ത് വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ പപ്പ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതെന്ന്. ഇപ്പോൾ ഞങ്ങളെക്കാളും മുന്നേ രാവിലെ ഉറക്കം എണീറ്റ് ആൾ റെഡിയായി വണ്ടിയും കൊണ്ട് നിൽക്കും. പോകണ്ടേ ആൾക്ക് കുർബാനയ്ക്ക് മുമ്പ് ആൾക്ക് പള്ളിയിലെത്തണം. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഇവനെ ചെക്കപ്പിന് കൊണ്ടുപോയത്. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ശ്രീചിത്രയെ കൊണ്ടുപോയി ചെക്കപ്പിൽ MRI എടുത്ത സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇവനില്ലാന്ന് ആ ഒരു MRIയിൽ നമ്മൾ കണ്ടു. അതുപോലെ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇവന് വയ്യാണ്ടായി നമ്മൾ എക്സിറ്റ് അടിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അതുപോലൊരു കമ്പനിയിൽ നമുക്ക് ജോലി പിന്നെയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ്റെ കമ്പനിയിൽ നിന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ കൈ ശരിയായി കഴിയുമ്പോഴത്തേക്കിന് അവന് തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി വരെ അവന് കൊടുത്തു. ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്നെ ഇതെൻ്റെ അനിയനാ. ഇവനെ എനിക്ക് തിരിച്ചു തന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ സഹോദരങ്ങൾ ഒരുമിച്ച് വന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിൽ ഏറ്റവും ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അച്ഛൻ എപ്പോഴും ആരാധന, ദൈവ തിരുമുൻപിൽ ഇങ്ങനെ സ്ഥിരതയോടെ വിശ്വാസത്തോടെ നിൽക്കുവാനായിട്ട് ഒരാളെ കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവം ഈ മകളെ പ്രത്യേകമായിട്ട്, ഈ മകളെ അങ്ങനെ വിശ്വാസത്തിൽ വളർത്തിയ മാതാപിതാക്കളെ ഈ സമയം ഓർക്കുന്നു. ഒപ്പം ആ ഒരു സാഹചര്യം എവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെ ഈ വിശ്വാസത്തിൽ അതിജീവിക്കുക എന്ന് പറയുന്നത് അത് എത്ര എളുപ്പമല്ല. കാരണം ഒറ്റയ്ക്ക് ഇപ്പം ഈ മകളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു അതാണ്. കാരണം ഇങ്ങനെ മാതാപിതാക്കളുടെയും കൂടെ നിൽക്കുന്ന സഹോദരനെ നടുക്ക് നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും വിശ്വാസത്തോടെ ഒപ്പിട്ട് കൊടുത്ത് മുന്നോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു ധൈര്യം. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ധ്യാനങ്ങളും പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാതാവിനെക്കുറിച്ച് പറയുന്നത്, മാതാവ് കടന്നു പോയിട്ടുള്ള കനൽ വഴികളിൽ മാതാവ് എപ്പോഴും ധീരമായിട്ട് നിലനിന്നുള്ളതാണ്. അത് തുടക്കം തൊട്ട് അവസാനം വരെയും മാതാവിനെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങളെല്ലാം ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അത് ഉണ്ണീശോയുടെ കാര്യം തൊട്ട് തുടങ്ങി ഒരു ഹൃദയത്തിലൊരു വാൾ കിടക്കുമെന്ന് പറയുന്നത്, അവസാനം കർത്താവിൻ്റെ കുരിശു മരണം വരെയും ആരുമില്ലാതെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് ആരോടും ഒന്നും പറയാതെ
ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവ്. അപ്പോൾ ഈ ഒരു ശക്തി ഉടമ്പടിയിൽ ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധ അമ്മ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് കൂടെ ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തത്, അതങ്ങനെ വായിച്ചെടുക്കുന്നതിന് പകരം ഈ മകൾ തന്നെ പറയുന്നുണ്ട്, പലപ്പോഴായിട്ട് മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നും ഉള്ളതും, പിന്നീട് ഉടമ്പടിയിലെ വസ്തുക്കൾ, അത് കാശുരൂപമാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അത് മാതാവ് ഉപയോഗിക്കുവാനായിട്ട് എനിക്ക് അവനിലേക്ക് എത്തുമ്പം നമുക്ക് ഈ വിശ്വാസത്തെ കൈമാറാനായിട്ട് ഒരു വസ്തു കയ്യിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനം. ഇപ്പോൾ ഒരുപാട് വലിയ സാക്ഷ്യങ്ങളിലൊക്കെയും, കാരണം നമ്മൾ ഈ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ വിശ്വാസത്തോടെ ഒരാൾക്ക് എന്തെങ്കിലും കൈമാറുമ്പം ആ വിശ്വാസത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുവാനായിട്ട് ദൈവം ആ വസ്തുവിനെ ഉപയോഗിക്കും എന്നുള്ളത് ബൈബിളിൻ്റെ ശാസ്ത്രത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ മോശയുടെ കയ്യിൽ വടി കൊടുക്കുന്ന കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വടിയില്ലാതെ കാര്യം നടക്കുക. അപ്പം ദൈവം ഒരു വിശ്വാസത്തിലൊരു മനുഷ്യനെന്ന നിലയിൽ ടാൻജിബിളായിട്ട് എന്തെങ്കിലും നമ്മുടെ കരങ്ങളിലുള്ളതും അത് വിശ്വാസി പ്രഖ്യാപിക്കുമ്പോൾ അത് ദൈവാനുഭവമായിട്ട് മാറുന്നതും ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലുള്ള വലിയൊരു സത്യമാണ്. ഉടമ്പടിയിൽ അത് വളരെ വ്യക്തമാണ്. അത് പരിശുദ്ധമ്മ പലയിടങ്ങളിലായിട്ട് കാശുരൂപവും വെന്തിങ്ങായിട്ടൊക്കെ മാതാവ് പലർക്കും ഈ ധൈര്യം കൊടുക്കുന്നുണ്ട്. ഉടമ്പടിയിൽ ഇപ്പം മകൾ പറയുന്നുണ്ട്, അപ്പം ഏറ്റവും അവസാനം അപ്പച്ചൻ്റെ കാര്യം വരെ വന്ന് നിൽക്കുമ്പം ഒരു ദൈവാനുഭവം ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ ദൈവത്തിനോട് കൂടുതൽ കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നുള്ളൊരു ബോധ്യത്തിൽ ഈ മകളെ സമർപ്പിച്ച് നിയോഗം നടക്കണു. അപ്പം ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തിക്ക് തൻ്റെ വിവാഹമെന്ന് അതും അതിനേക്കാൾ വലിയൊരു, അപ്പം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ മൊമെൻറ്റിലൊക്കെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തി ഒരു പക്ഷേ ഉടമ്പടി എടുത്ത് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മകൾക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിച്ചു. ഒരു പക്ഷേ ഈ ഒരു ബലം അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ബലമാണ്. അത് പ്രകടമായിട്ട് വ്യക്തമായിട്ട് അനുഭവിക്കാനും അത് നമ്മുടെ മുമ്പിൽ പറയുവാനും ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു കുടുംബത്തിനോട് ലാസറിനെ ദൈവം ഉയർപ്പിച്ച സുവിശേഷം പ്രസംഗിച്ച ഇവർക്ക് വിശ്വസിക്കാൻ എളുപ്പമാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാവുന്നത് വരെ, ഇപ്പോൾ ഈ മകൾ തുടക്കത്തിൽ പറഞ്ഞത് ഏതോ ഒരു ട്രോള് കണ്ട് കൃപാസനത്തിൽ വന്നെന്നുള്ള, ഒരു പക്ഷേ അത് ട്രോൾ ഉണ്ടാക്കിയവർക്ക് ചിലപ്പോൾ നന്ദി പറയേണ്ട ഒരു സാഹചര്യം പല സാക്ഷ്യങ്ങളേക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഒരു പരിഹാസത്തിൽ നിന്ന് ആരംഭിച്ച്, ഇപ്പോൾ കർത്താവിനെ കുറിച്ചും പറയണത് തന്നെ, കർത്താവിനെ അവസാനം കുരിശുമരണത്തെ കുരിശ് കിടന്നിട്ട് പോലും പരിഹസിച്ചു എന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് പറയണത് അത്ഭുതം നടത്താൻ പോയപ്പോൾ അവിടെ കൂടെ, ഇപ്പോൾ പരിഹാസം ഈ സുവിശേഷത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ആരംഭത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഇത്രയും പേരുടെ മുൻപിൽ ഇത്രയും വലിയൊരു ദൈവാനുഭവം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയെന്നുണ്ടെങ്കിൽ അത് വ്യക്തമാണ്. അപ്പം ഈ ഒരു കുടുംബത്തിനോട് ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞാൽ ഇനി നമ്മളാരും വിശ്വസിച്ചില്ലെങ്കിൽ ഈ കുടുംബം അല്ലെങ്കിൽ ഈ വ്യക്തി വിശ്വസിക്കും. കാരണം വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവം ലഭിക്കുന്നത് വരെ ഈ ദൈവവും വിശ്വാസവും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഒരു പക്ഷേ പരിഹസിക്കുവാനും വിശ്വസിക്കാൻ പറ്റാത്ത യുക്തിയില്ലാത്ത കുറേ പറയുന്നവർ കുറേ കാര്യങ്ങൾ. അപ്പം ഇത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ ശക്തമായിട്ട് പ്രാർത്ഥനയോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു സാക്ഷ്യം ഇവിടെ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യം അതും രണ്ടും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഒരു വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റവും കുറവുണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടുപേരും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനപ്പുറം, ഇപ്പം ഞങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞതിനപ്പുറം വലിയൊരു കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിൽ ഈ സാക്ഷ്യത്തെ പ്രതിയും ദൈവം മരണത്തിനും ഉത്ഥാനത്തിനും മുകളിലുള്ള നാഥനാണെന്ന് ഈ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് നൽകി സാക്ഷ്യത്തിനും പ്രതിയും ഒപ്പം ദൈവം കടത്തിവിട്ട എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.